എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗൂസ്ബറി ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഗൂസ്ബറി ടോക്സിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തൃശ്ശൂർ നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൊല്ലംകോട് കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിന് വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ദയവായിട്ടൊന്ന് അമർത്താൻ ശ്രദ്ധിക്കുമല്ലോ. മുന്നോട്ട് പോകുമ്പോൾ ഈ ചാനലിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി കൊല്ലംകോട് കൊട്ടാരത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കൊല്ലംകോട് കൊട്ടാരമെന്ന് കേൾക്കുമ്പോൾ പാലക്കാടായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടി വരിക. യഥാർത്ഥത്തിൽ പാലക്കാടും തൃശ്ശൂരും കൊല്ലംകോട് കൊട്ടാരമുണ്ട്. ശരിക്കുള്ള കൊല്ലംകോട് കൊട്ടാരം പാലക്കാടാണ്. എന്നാൽ കൊല്ലംകോട് രാജാവായിരുന്ന വസുദേവ രാജ 1904 അദ്ദേഹത്തിൻ്റെ മകൾക്ക് സമ്മാനമായി നൽകിയതാണ് തൃശ്ശൂരിലെ ഈ കൊട്ടാരം. കൊല്ലംകോട് ഹൗസ് എന്നും ഈ കൊട്ടാരത്തിന് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിനെ നമുക്ക് അച്ഛൻ മകൾക്ക് നൽകിയ വീടെന്നും വിളിക്കാം. തൃശ്ശൂരിലെ കൊല്ലംകോട് കൊട്ടാരം പിതാവ് മകൾക്ക് സമ്മാനമായിട്ട് നൽകിയതായതുകൊണ്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ കൊട്ടാരം കേരളീയ വാസ്തുകലയും പൗരാണിക യൂറോപ്യൻ ശൈലിയും സമന്വയിപ്പിക്കുന്ന അകത്തളങ്ങളോടുകൂടി നിർമ്മിച്ചതാണ്. ഈ അകത്തളങ്ങൾ നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കും. തടിയിൽ തീർത്ത വലിയ ജനാലകളും ചെരിഞ്ഞ മേൽക്കൂരയുമെല്ലാം കൊട്ടാരത്തിൻ്റെ കൊളോണിയൽ ശൈലിയുടെ തെളിവാണ്. അന്ന് കൊട്ടാരം, എന്നാൽ ഇന്ന് മ്യൂസിയം. കാലങ്ങളോളം കൊല്ലംകോട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന കൊട്ടാരം ഇന്ന് മ്യൂസിയമാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1975 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കൊട്ടാരം ജില്ലാ ഹെറിറ്റേജ് മ്യൂസിയമായി. 2009 തൃശ്ശൂർ മ്യൂറൽ ആർട്ട് മ്യൂസിയവും കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടു. മ്യൂസിയത്തിൽ പ്രധാനമായും രാജകീയ ഭരണകാലത്തെ കാര്യങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വസുദേവ രാജയുടെ സ്വകാര്യ വസ്തുക്കളും കലാസാമഗ്രികളുമൊക്കെ ഇതിൽ ഉൾപ്പെടും. മ്യൂറൽ ചിത്രശേഖരങ്ങളാണ് മ്യൂറൽ ആർട്ട് മ്യൂസിയത്തിൽ ഉള്ളത്. പനയോലകളിലെ ലിഖിതങ്ങളും കല്ലെഴുത്തുകളുമൊക്കെ നമുക്ക് ധാരാളം ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഈ കൊല്ലംകോട് കൊട്ടാരത്തിൻ്റെ മാതൃഭവനം തൊട്ടടുത്തുള്ള ജില്ലയായ പാലക്കാടുള്ള കൊല്ലംകോട് കളരി കോവിലകമാണ്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഒരു കൊളോണിയൽ ടച്ചിലാണെന്ന് നമുക്കറിയാം. യൂറോപ്യൻ നിർമ്മാണ രീതിയോട് ഏറെ സാദൃശ്യമുള്ള വിധത്തിലാണ് കൊല്ലംകോട് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾ ഭരണം കീഴടക്കുവാൻ തക്കം പാർത്തിരുന്ന സമയത്തായിരുന്നു ഈ കൊട്ടാരം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ കേരളീയ നിർമ്മാണ രീതിയോടൊപ്പം ഒരു കൊളോണിയൽ വാസ്തുവിദ്യാ രീതിയും ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ കാണാം. ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. പഴയ സ്വീകരണമുറി ഇന്ന് ടിക്കറ്റ് കൗണ്ടറും സന്ദർശകർക്ക് വിശ്രമിക്കാനുമൊക്കെയുള്ള സ്ഥലമായി മാറ്റിയിരിക്കുന്നു. കരിവീട്ടി മരം കൊണ്ടുണ്ടാക്കിയ മച്ചും അതിലെ ചിത്രപ്പണികളും സന്ദർശകരെ ആകർഷിക്കുന്നതാണ്. തുടർന്ന് കാണുന്നത് തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി കണ്ടെടുത്ത പല മൺപാത്രങ്ങളും അമൂല്യ വസ്തുക്കളുടെയും ശേഖരമാണ്.
കാലമേറെ കഴിഞ്ഞിട്ടും തനിമ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ ഒരു സ്റ്റെയർ കേസ് ഈ കൊട്ടാരത്തിനുണ്ട്. പൂർണ്ണമായും തേക്ക്, ഈട്ടി എന്നീ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കയറി ചെല്ലുന്ന 1-ാം നിലയിൽ നടുഭാഗത്തായിട്ട് തന്നെ വളരെ വിശാലമായ മനോഹരമായ പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു മട്ടുപ്പാവ് ക്രമീകരിച്ചിരിക്കുന്നു. ചുവർ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ധാരാളം മ്യൂറൽ ചിത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ മ്യൂസിയത്തിൽ. തൃശ്ശൂർ, പാലക്കാട്, വയനാട് ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ചുവർ ചിത്രങ്ങളും അവയുടെ മാതൃകകളും, കൂടാതെ ക്ഷേത്രങ്ങളുടെ ചെറിയ രൂപങ്ങൾ, അതിൽ പ്രത്യേകമായിട്ട് കുടൽമാണിക്യം ക്ഷേത്രം, പ്രശസ്തരായ വ്യക്തികളുടെ ശില്പങ്ങൾ, പനയോലകളിലെ ലിഖിതങ്ങൾ, കല്ലെഴുത്തുകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇതുകൂടാതെ ധാരാളം നന്നങ്ങാടികൾ, ചെമ്പുലിഖിതങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, വാരണാസി, ബദ്രീനാഥ്, കന്യാകുമാരി തുടങ്ങിയ ഇടങ്ങളിലുള്ള അപൂർവമായിട്ടുള്ള ചിത്രങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ ചരിത്രം, ഇവിടുത്തെ പല സ്ഥലനാമങ്ങളുടെ ചരിത്രം, ഇവയൊക്കെ കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വിശദമായി വായിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ വിശാലമായ ഒരു റീഡിംഗ് സൗകര്യം ഈ മ്യൂസിയത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അന്വേഷണാത്മകമായ ഒരു യാത്ര നടത്തുന്നയാൾക്ക് ഇത് വളരെ പ്രയോജനകരമായ രീതിയിൽ അത് തയ്യാറാക്കിയിരിക്കുന്നു. ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും 1-ാം നിലയിലെ മട്ടുപ്പാവിൽ എത്തിയപ്പോഴേക്കും ആ മട്ടുപ്പാവിൻ്റെ ഒത്ത മധ്യഭാഗത്തായിട്ട് 2 യുവമിഥുനങ്ങൾ ഇരുന്ന് പരസ്പരം ഹൃദയം കൈമാറുന്നത് കാണാൻ സാധിച്ചു. ഒരു പഴയ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ അവർ ഹൃദയം കൈമാറിക്കൊള്ളട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ ഞങ്ങളാരും അവർക്ക് യാതൊരു ശല്യവും വരുത്താതെ ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് നീങ്ങി. പഴയകാല ഇറ്റലിയുമായി ഉണ്ടായിരുന്ന വ്യാപാരബന്ധം സൂചിപ്പിക്കുന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇവിടെ 1-ാം നിലയിലെ തറകളിൽ പാകിയിരിക്കുന്ന ഇറ്റാലിയൻ ടൈലുകൾ. അത് ഈ കൊട്ടാരത്തിലെ ആവശ്യത്തിനു വേണ്ടി ഡച്ചുകാരുടെ സഹായത്തോടുകൂടി ഇറക്കുമതി ചെയ്ത ടൈലുകളാണെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ കൊട്ടാരത്തിൻ്റെ തെക്കിനി ഭാഗത്തെത്തിയപ്പോൾ പഴയ മണിച്ചിത്രത്താഴ് സിനിമയിലെ രാമനാഥനെയും നാഗവല്ലിയെയും ഓർത്തെടുക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക. കേരളീയ ശൈലിയിലെ നിർമ്മാണത്തിൽ തെക്കിനി പ്രാധാന്യമായോ പടിഞ്ഞാറ്റി പ്രാധാന്യമായോ ആണ് വീടുകൾ നിർമ്മിക്കാറുള്ളത്. അത്തരത്തിൽ തെക്കിനി പ്രാധാന്യമായി നിർമ്മിക്കുന്ന 4 കെട്ടുകളിൽ 2-ാം നില തെക്കുവശത്ത് ഉയർത്തിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്രകാരം ഈ കൊല്ലങ്കോട് കൊട്ടാരവും തെക്കിനി പ്രാധാന്യമായി നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാരത്തിൽപ്പെട്ടതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ കൊട്ടാരം നിർമ്മിച്ച വസുദേവരാജ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനവസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ തലപ്പാവും അദ്ദേഹത്തിൻ്റെ മെഥേഡിയും അടങ്ങുന്ന വിശാലമായ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഹരിതാഭയും പച്ചപ്പും പോലെ തന്നെ കേരളത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ കൊട്ടാരങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകളും കെട്ടുകഥകളും ഒക്കെയായി ഇന്നും ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന കൊട്ടാരങ്ങൾ ചരിത്രപ്രേമികളെയും സഞ്ചാരികളെയും ഒരുപോലെ അതിശയിപ്പിക്കുന്നവയാണ്. പരമ്പരാഗത കേരളീയ നിർമ്മാണ രീതിയോടൊപ്പം കൊളോണിയൽ രീതി കൂടി ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകൾ, കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി.